ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 8. പരമപദപ്രാപ്തി. ശ്ലോകം 24, പേജ് നമ്പർ 458. അഗ്നിർജ്യോതിരഃ ശുക്ലഃ ഷണ്മാസ ഉത്തരായണം തത്ര പ്രയാത ഗച്ഛന്തി ബ്രഹ്മവിദോ ജനാഃ. പദാനുപദം. അഗ്നിഃ അഗ്നി, ജ്യോതിഃ ജ്യോതിസ്, അഹഃ അഹസ് പകൽ, ശുക്ലഃ ശുക്ലപക്ഷം, ഉത്തരായണം ഉത്തരായണമായ, ഷണ്മാസാം 6 മാസങ്ങൾ, തത്ര ഈ കാലത്തിൽ, പ്രയാത ദേഹം ത്യജിക്കുന്ന, ബ്രഹ്മവിദഃ ബ്രഹ്മവിത്തുക്കളായ, ജനാഃ ജനങ്ങൾ, ബ്രഹ്മത്തെ, ഗച്ഛന്തി ഗമിക്കുന്നു. വിവർത്തനം. അഗ്നിയുടെയോ ജ്യോതിസിൻ്റെയോ സാന്നിധ്യത്തിലോ പകലുള്ള ശുഭമുഹൂർത്തത്തിലോ ശുക്ലപക്ഷത്തിലോ ഉത്തരായണ കാലത്തോ ഇഹലോകം വിടുന്ന ബ്രഹ്മജ്ഞാനി ഭഗവാനെ പ്രാപിക്കും. ഭാവാർത്ഥം. അഗ്നി, ജ്യോതിസ്, പകൽ, ശുക്ലപക്ഷം എന്നൊക്കെ പറയുമ്പോൾ അവയിലെല്ലാം ജീവാത്മാവിന് യാത്രാവിധാനങ്ങൾ ഒരുക്കുന്ന വിവിധ ദേവതമാരുണ്ടെന്നോർക്കണം. മരണസമയത്ത് മനസ്സ് ആത്മാവിനെ ഒരു പുതിയ ജീവിതത്തിലേക്ക് വഴി കാട്ടുകയാണ്. യാദൃച്ഛികമായിട്ടോ മുൻകൂട്ടി നിശ്ചയിച്ചതനുസരിച്ചോ മുമ്പ് പറയപ്പെട്ട പശ്ചാത്തലങ്ങളിൽ മരണം സംഭവിച്ചാൽ ജീവാത്മാവിന് നിർഗുണ ബ്രഹ്മജ്യോതിസിൽ എത്തിച്ചേരാം. യോഗചര്യയിൽ ഏറെ പുരോഗമിച്ച യോഗികൾക്ക് എവിടെ വച്ച് ഏതു സമയത്ത് ദേഹത്യാഗം ചെയ്യണമെന്ന് തീരുമാനിക്കാൻ കഴിവുണ്ട്. മറ്റുള്ളവർക്കത് സാധ്യമല്ല. അവരുടെ മരണം യാദൃച്ഛികമായി ഒരു ശുഭമുഹൂർത്തത്തിൽ സംഭവിക്കുകയാണെങ്കിൽ പിന്നീട് ജനിക്കേണ്ടി വരില്ലതാനും. അങ്ങനെയല്ലാത്ത പക്ഷം അവർ തിരിച്ചു വരാനുള്ള സകല സാധ്യതകളുമുണ്ട്. ഏതായാലും കൃഷ്ണാവബോധമുദിച്ച ഒരാൾക്ക് മരണം ശുഭമുഹൂർത്തത്തിലാകട്ടെ അശുഭാവസരത്തിലാകട്ടെ യാദൃച്ഛികമാകട്ടെ മുൻകൂട്ടി നിശ്ചയിച്ചുറച്ചതാകട്ടെ പുനർജന്മത്തെപ്പറ്റി ഭയപ്പെടാനില്ല. ഹരേ കൃഷ്ണ.